ഹലോ നമസ്കാരം, രഞ്ജിത്ത്. അനുഭവങ്ങൾ പാളിച്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കഥയാണ്. നമുക്ക് നാട് നീളെ ഇപ്പോൾ ഈ പറയുന്ന ലേണിംഗ് വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ ലേണിംഗ് അല്ലാതെ സാധാരണ ലേണിംഗും ഒരുപാട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടന്ന ഷക്കീർ എന്നൊരാളുടെ കഥയാണ് ഞാൻ പറയുന്നത്. ഷക്കീർ നമ്മളെ സമീപിക്കുന്നത് വലിയ പ്രശ്നത്തിലാണ്. കുറേ നാളുകളായിട്ട് അദ്ദേഹം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നുണ്ട്. പക്ഷേ പല എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല, ഇൻറ്റേർണലി വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. വലിയ രീതിയിൽ അഡ്വർടൈസ്മെൻറ്റുകൾ ചെയ്തിട്ടും വലിയ രീതിയിൽ ഡിജിറ്റൽ പ്രൊമോഷൻസ് ഒക്കെ ചെയ്തിട്ടും കൃത്യമായിട്ടുള്ള രീതിയിൽ അഡ്മിഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ് ഷക്കീറിൻ്റെ പ്രശ്നം. ഷക്കീർ ഏകദേശം 1-2 കൊല്ലമൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഏകദേശം ബ്രേക്ക് ഈവൺ ആവുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോയെങ്കിലും ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടിലാണ്. കഴിഞ്ഞ ഒരു വർഷം അദ്ദേഹത്തിൻ്റെ അഡ്മിഷൻ വളരെ മോശമായിരുന്നു. അദ്ദേഹത്തിന് കിട്ടുന്ന ലീഡുകളൊക്കെ വളരെ മോശമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ആളുകൾ ചേരുന്നില്ല, ടെലികോളിംഗ് ടീം മോശമാണ് എന്നൊക്കെ പറയുന്നു. നമ്മളിതൊന്ന് പഠിക്കാം എന്ന് തന്നെ തീരുമാനിച്ചു. പലപ്പോഴും സെയിൽസ് കൺസൾട്ടിങ് എടുക്കുന്നത് കുറച്ച് റിസ്ക്കുള്ള പരിപാടിയാണ്. കാരണം പല ആളുകളും ധരിച്ചു വെച്ചിരിക്കുന്നത് അവരുടെ പൊസിഷനിങ് ഒക്കെ കറക്റ്റാണ് എന്നാണ്. അവരുടെ മാർക്കറ്റിംഗ് മെസ്സേജിലോ അവരുടെ ലോഗോയിലോ അവരുടെ ബ്രാൻഡിങ്ങിലോ ഒക്കെ അവർക്ക് അനാവശ്യമായിട്ടുള്ള ഒരു കൺവിക്ഷൻ ചിലപ്പോൾ ഉണ്ടാകും. ഇതിൽ നിന്നും മാറാൻ ഇവർ താല്പര്യം പ്രകടിപ്പിക്കില്ല. നമ്മൾ ശക്തമായി റെക്കമെൻഡ് ചെയ്താൽ പോലും ഇവർ ചിലപ്പോൾ മാറാൻ താല്പര്യം കാണിക്കില്ല. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങൾ അവർ വരുത്തി വെക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മളുടെ കൺസൾട്ടിങ് പ്രോഗ്രാമിലൊക്കെ നമ്മളുടെ റെക്കമെൻഡേഷൻസ് വളരെ സ്ട്രോങ് ആയിരിക്കും. ഈ റെക്കമെൻഡേഷൻസ് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ, ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ് കേട്ടോ, നമ്മളുടെ എല്ലാം റെക്കമെൻഡേഷൻസ് ഫോളോ ചെയ്തില്ലെങ്കിൽ, കൃത്യമായി ഫോളോ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിന് കൃത്യമായിട്ടുള്ള ഫലം, റിസൾട്ട് കിട്ടില്ല. ചെറിയ രീതിയിലൊന്ന് മാറ്റം വരുത്തിയാൽ പോലും നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് ആയിരിക്കില്ല അതിന് കിട്ടുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പുവരുത്തുക, കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ പറയുന്ന റെക്കമെൻഡേഷൻസ് അതേപടി ഫോളോ ചെയ്തേ പറ്റൂ എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളിതൊന്ന് പഠിക്കാൻ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു ബിസിനസ് സ്കാനാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. കൃത്യമായിട്ടുള്ളൊരു ബിസിനസ് സ്കാൻ പെർട്ടിക്കുലർലി സെയിൽസ് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യാൻ തീരുമാനിച്ചു. നമ്മൾ അതിൽ നിന്ന് കുറച്ച് ഇഷ്യൂസ് കണ്ടെത്തി. എന്തൊക്കെയായിരുന്നു ഷക്കീറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിനുണ്ടായിരുന്ന ഇഷ്യൂസ് എന്ന് നമുക്ക് നോക്കാം. ഷക്കീറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള അക്കാഡമിയാണ്. അതായത് ചില പെർട്ടിക്കുലർ സ്കില്ലുകൾ, സോഫ്റ്റ് സ്കില്ലല്ല, ചില ഹാർഡായിട്ടുള്ള സ്കില്ലുകൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അക്കാഡമിയാണ്. പ്രത്യേകിച്ചും ടാർഗറ്റ് ചെയ്തിരുന്നത് കമ്പാരിറ്റീവ്ലി ലോ ഇൻകം ഗ്രൂപ്പിനെയാണ്. അവർക്ക് വലിയ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലനിന്നിരുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രശ്നമായിട്ട് നമ്മൾ കണ്ടത് ഇതിൻ്റെ അൺക്ലിയർ ആയിട്ടുള്ള ഒരു പൊസിഷനിങ് ആണ്. ഇത് എന്ത് തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എന്നുള്ള കാര്യത്തിൽ വലിയ ക്ലാരിറ്റി ആളുകൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഒരു വലിയ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണോ, ഇത് ഒരു നെക്സ്റ്റ് ലെവലിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണോ, എൻ്റെ മകനെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വിട്ടാൽ പറ്റുമോ എന്നുള്ള കാര്യത്തിലൊക്കെ വലിയ കൺഫ്യൂഷൻസ് ആളുകൾക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ബ്രാൻഡിങ് മാറ്റുക എന്നുള്ളത് വളരെ പ്രധാനമായിരുന്നു. ഇതിൻ്റെ ബ്രാൻഡിങ് വളരെ ഇപ്പോൾ ലോ പ്രൊഫൈലിലുള്ള ആളുകളെയാണ് ഫോക്കസ് ചെയ്തിരുന്നതെങ്കിൽ പോലും ആക്ച്വലി ഇതിൻ്റെ ബ്രാൻഡിങ്ങിൽ വലിയ കൺഫ്യൂഷനാണുള്ളത്. ചില സമയത്ത് ഇവരുപയോഗിച്ചിരുന്ന ലോഗോ ഒന്ന്, മറ്റൊരു സമയത്ത് വേറെ ചില ലോഗോ ഉപയോഗിക്കുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ലോക്കൽ മാർക്കറ്റിനെ അഡ്രസ്സ് ചെയ്യാം എന്നുള്ളൊരു ധാരണയിലായിരിക്കാം പലപ്പോഴും വളരെ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പഞ്ച് ലൈനുകൾ ഇവരുപയോഗിച്ചിരുന്നു. പല നോട്ടീസിലും ഇപ്പോൾ ഉത്സവ പറമ്പിലൊക്കെ നോട്ടീസ് വിതരണം ചെയ്യുന്ന സമയത്ത് വളരെ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചില സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു അഡ്വർടൈസിങ് ഏജൻസി അവർക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുത്താണ് വളരെ ലോ പ്രൊഫൈലുള്ള ആളുകളിലേക്ക് എത്താൻ. ലോ പ്രൊഫൈലായ സാധനങ്ങൾ കൊടുത്താൽ വളരെ ഈസിയാണ് എന്നുള്ളത്. അത് ഒരു പരിധിവരെ ശരിയാണെങ്കിൽ പോലും ഇവരുടെ ബ്രാൻഡിനെ അത് ഭയങ്കരമായിട്ട് ഡൈല്യൂട്ട് ചെയ്യുകയും ഇവരുടെ പൊസിഷനിങ്ങിനെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് അത് എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കംപ്ലീറ്റ് ബ്രാൻഡ് റീപൊസിഷനിങ് ഞങ്ങൾ സജസ്റ്റ് ചെയ്തു. ഇതിനെ വളരെ ലോ പ്രൊഫൈൽ എന്നുള്ളതിൽ നിന്ന് മാറ്റി കുറച്ചുകൂടി മുകളിലേക്ക് മാറ്റി ഒരു മിഡിൽ ക്ലാസ്സിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലേക്ക് ഇതിനെ പൊസിഷൻ ചെയ്യാൻ തീരുമാനിച്ചു. കാരണം ലോ പ്രൊഫൈലുള്ള ആളുകൾക്കുണ്ടായിരുന്ന പ്രശ്നം, അവരുടെ കയ്യിൽ തരാൻ പൈസ ഉണ്ടായിരുന്നില്ല. ഈ പറയുന്ന കോഴ്സിന് ചേരാനുള്ള പൈസ അവർക്ക് സോഴ്സ് ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. മാത്രമല്ല, എങ്ങനെയെങ്കിലും സോഴ്സ് ചെയ്ത് വന്നിട്ടുള്ള ആളുകളൊക്കെ പെട്ടുപോയി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലെത്തുകയും അവർ വലിയ പ്രശ്നങ്ങൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കോഴ്സിനെ 3 സ്പ്ലിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ആദ്യത്തെ ഭാഗം ബേസിക് കോഴ്സ് എന്നും, പിന്നത്തെ ഒരു സ്റ്റാൻഡേർഡ് എന്നും, പിന്നത്തെ അഡ്വാൻസ്ഡ്, അങ്ങനെ 3 ഈ കോഴ്സിനെ സ്പ്ലിറ്റ് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു. ബേസിക് എന്നും സ്റ്റാൻഡേർഡ് എന്നും അഡ്വാൻസ്ഡ് എന്നുള്ള രീതിയിലുള്ള 3 പ്രൊവിഷൻസ് ഉണ്ടാക്കി. അപ്പം വളരെ ഈസി ആയിട്ട് ഒരാൾക്ക് ഈ കോഴ്സിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഫീല് ആൾക്കാർക്ക് കിട്ടി.
മാത്രമല്ല നമ്മൾ ഈ ഓഫീസിൻ്റെ ഇൻറ്റീരിയേഴ്സൊക്കെ കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആക്കി നല്ലൊരു ഫീല്, പെട്ടെന്ന് ഒരു കുട്ടി വന്നാൽ തന്നെ, ഇന്നത്തെ കാലത്ത് കുട്ടികളൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസും ആംബിയൻസും ഒക്കെ ഉണ്ടെങ്കിലാണ് കൺവിൻസ്ഡ് ആവുക. അപ്പോൾ പാരൻസ് ആണെങ്കിലും അവിടെ വരുമ്പോൾ ഓക്കെ ഇതൊരു ഒത്തൻറ്റിക് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എന്നുള്ളൊരു ഫീല് ഉണ്ടാവുന്ന തരത്തിലേക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും കൊണ്ടുവന്നിട്ടല്ല, പക്ഷേ ആ റിസപ്ഷൻ ഏരിയയും ക്ലാസ് റൂംസ് ഒക്കെ കുറച്ചുകൂടി ബെറ്റർ ആക്കി നല്ല പെയിൻറ്റുകളൊക്കെ യൂസ് ചെയ്തു. കാരണം ഈ കളറിന് പോലും വലിയ സ്വാധീനമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. പിന്നീടാണ് നമ്മൾ അവരുടെ ടീമിലേക്ക് പോകുന്നത്. ടീം ടെലികോളിംഗ് ടീമിലേക്ക് പോയപ്പോൾ ടെലികോളിംഗ് ടീമിൽ ഏകദേശം 10ഓളം ആളുകളുണ്ട്. ഇതിനെ ലീഡ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ഈ പെൺകുട്ടി വളരെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള പെൺകുട്ടിയാണ്, പക്ഷെ ഭയങ്കര മൂഡ് സ്വിങ്സ് ഒക്കെ ഉള്ള ഒരു പെൺകുട്ടി. അപ്പോൾ ഈ പെൺകുട്ടിയുടെ ഒരു പ്രശ്നം, ഫാത്തിമ എന്നാണ് പേര്. അപ്പോൾ ഫാത്തിമയ്ക്ക് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരാണ് ഈ എൻറ്റയർ ഓർഗനൈസേഷൻ കൊണ്ടുപോകുന്നത്, അവരില്ലെങ്കിൽ ഈ ഓർഗനൈസേഷൻ ഉണ്ടാവില്ല, നിലനിൽക്കില്ല എന്നുള്ളൊരു ധാരണയൊക്കെ ഫാത്തിമയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷക്കീറിന് ഫാത്തിമയോട് എന്തെങ്കിലും പറയാൻ തന്നെ പേടിയാണ്. കാരണം പിറ്റേ ദിവസം ഇട്ടിട്ട് പോയാൽ ഉള്ള അഡ്മിഷൻ കൂടി ഇല്ലാതാകുമോ എന്നുള്ള പേടിയുണ്ട്. മാത്രമല്ല ഫാത്തിമയ്ക്ക് ഈ സ്റ്റുഡൻസൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട്. കാരണം ഒരു കൗൺസിലർ എന്നുള്ള രീതിയിൽ ഫാത്തിമയായിരുന്നു മുന്നിൽ നിന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പേടിയിലാണ് ഷക്കീർ ഫാത്തിമയെ ഡീൽ ചെയ്തിരുന്നത്. പക്ഷേ ഫാത്തിമയ്ക്ക് ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. ഈ ഫാത്തിമയുടെ താഴെയുള്ള 10 ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുകയോ അടുത്ത ലെവലിലേക്ക് കൊണ്ടുവരികയോ ചെയ്യുന്ന ഒരു ടീം ലീഡർ ആയിരുന്നില്ല ഫാത്തിമ. ഫാത്തിമ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുമായിരുന്നെങ്കിലും ടീം ലീഡ് എന്നുള്ള രീതിയിൽ ഫാത്തിമ വളരെ മോശമായിരുന്നു. അങ്ങനെ നോക്കിയപ്പോൾ ഈ 10 പേരെ മാറ്റിയാൽ പോലും അവിടുത്തെ അഡ്മിഷനിൽ കാര്യമായിട്ടുള്ള മാറ്റമൊന്നും ഉണ്ടാവില്ല. ഫാത്തിമ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ഈ 10 പേർക്ക് കൊടുക്കുന്ന ശമ്പളം സത്യം പറഞ്ഞാൽ വെറുതെ പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പല ഓർഗനൈസേഷനിലും കണ്ടുവരുന്ന ഒരു വലിയ പ്രശ്നമാണത്. ടീം ലീഡ് കറക്റ്റ് അല്ലെങ്കിൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ആളല്ലെങ്കിൽ, അവർക്ക് ടീമിനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വലിയ പ്രശ്നമാവും. അപ്പം സത്യം പറഞ്ഞാൽ ഈ 10 ആളുകളും ഫാത്തിമയ്ക്കെതിരാണ്. ഈവൻ സക്കീറും ഫാത്തിമയ്ക്കെതിരാണ്. ഫാത്തിമ ഒറ്റയ്ക്കാണ് അവിടെ നിൽക്കുന്നത്. ഫാത്തിമ അങ്ങനെ ആ ഒരു രീതിയിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതൊരു ആരോഗ്യകരമായിട്ടുള്ളൊരു പ്രവണതയല്ല. ഒരു ടീം വർക്ക് അവിടെ നടക്കുന്നില്ല. അപ്പോൾ പലപ്പോഴും ഈ അഡ്മിഷൻ ഇല്ലാതിരിക്കുമ്പോൾ, ഒരാൾ മാത്രം വിചാരിക്കുമ്പോൾ ഒരു പരിധി ഉണ്ടല്ലോ അഡ്മിഷൻ ഉണ്ടാവാൻ. അപ്പോൾ ഈ അഡ്മിഷൻ നടക്കാതിരിക്കുമ്പോൾ ഫാത്തിമ എപ്പോഴും കുറ്റം പറയുന്നത് ലീഡുകൾ ക്വാളിറ്റി ഇല്ല എന്നുള്ളതായിരുന്നു. ലീഡുകൾ ക്വാളിറ്റി ഇല്ലാതിരിക്കാൻ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം ഡിജിറ്റൽ പ്രസൻസും ഡിജിറ്റൽ സ്ട്രാറ്റജിയും പൊസിഷനിങ്ങും ഒക്കെ ആയിട്ട് അത് കറക്റ്റ് ആയിരുന്നില്ല എന്നുള്ളത് കൂടിയാണ്. അപ്പം നമ്മളത് കറക്റ്റ് ചെയ്യുകയും, നമുക്ക് തന്നെ സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യുന്ന ഒരു ഡിവിഷനുണ്ട്. നമ്മളത് ഏറ്റെടുത്ത് അതിനെ കുറച്ചുകൂടി സ്ട്രീം ലൈൻ ചെയ്ത് കറക്റ്റാക്കി അതിൻ്റെ ഡിജിറ്റൽ സ്ട്രാറ്റജീസ് നമ്മളൊന്ന് കൺസൾട്ട് ചെയ്ത് ഏതൊക്കെ തരത്തിലാണ് മെസ്സേജസ് പോകേണ്ടതെന്നും ലീഡ് ഫണൽ എങ്ങനെ വർക്കൗട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റി ലീഡ്സ് നമുക്ക് വരാൻ തുടങ്ങി. പക്ഷെ എങ്കിൽ പോലും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഫാത്തിമ ഇവർക്ക് ഡെലിഗേറ്റ് ചെയ്യുന്നില്ല. ഫാത്തിമ ഒറ്റയ്ക്ക് തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. ഈ പ്രശ്നം വഷളായിക്കൊണ്ടേയിരിക്കുകയാണ്. ഫാത്തിമയെക്കുറിച്ചുള്ള കംപ്ലയിൻസ് കൂടി വരുന്നു ടീമിൻ്റെ ഭാഗത്ത് നിന്ന്. ഇതൊക്കെ ഒരു വലിയ പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അങ്ങനെ വന്നപ്പോൾ നമ്മൾ ഫാത്തിമയോട് ഇത് സംസാരിക്കാൻ തീരുമാനിച്ചു. ഫാത്തിമയോട് ഇത് സംസാരിക്കുമ്പോൾ ഒരു തരത്തിലും ഫാത്തിമ അഡ്മിറ്റ് ചെയ്യില്ല. ഫാത്തിമ പറയുന്നത് ഫാത്തിമ ബെസ്റ്റാണ്, പെർഫെക്റ്റ് ആണ് എന്നുള്ളതാണ്. ഫാത്തിമയെ കൊണ്ട് ഇത് പറ്റില്ല എന്നുള്ളത് ഉറപ്പായതോടുകൂടി, നമുക്കും സക്കീറിനും ഇത് ഉറപ്പായതോടുകൂടി ഫാത്തിമയോട് നമ്മളിത് ഓപ്പണായി പറയുകയും പതിയെ ഫാത്തിമയോട് മറ്റൊരു ജോലി അന്വേഷിക്കാൻ പറയാൻ തീരുമാനം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷനാണ്. പലപ്പോഴും ഈ ഡിസിഷൻ എടുക്കാൻ ആളുകൾ മടിക്കുന്നത് കൊണ്ടാണ് എൻറ്റയർ സെയിൽസ് തന്നെ ആളുകളുടെ പ്രശ്നമായിട്ട് മാറുന്നത്. എന്തായാലും സക്കീർ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ പാരലലി ഒരു നല്ല സെയിൽസ് ടീം ലീഡിനെ കൊണ്ടുവരാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഏകദേശം ഒരു മാസത്തോളമുള്ള ഒരു പ്രോസസ്സിൻ്റെ ഫലമായിട്ട് നമുക്ക് വേറൊരു സെയിൽസ് ടീം ലീഡിനെ കിട്ടി. വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വളരെ നന്നായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു അത്. എപ്പോഴും കിട്ടണമെന്നില്ല, ഭാഗ്യവശാൽ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ള കഴിവുള്ള ഒരാളെ നമുക്ക് ലഭിക്കുകയുണ്ടായി. അവരെ കൊണ്ടുവന്നപ്പോൾ അവർ ടീമിനെ ആദ്യം ഒന്ന് അനലൈസ് ചെയ്തു. 10 പേരുണ്ടായിരുന്നു, നമ്മളും അനലൈസ് ചെയ്തിരുന്നു. അതിനകത്ത് ഒരു 4 പേര് അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരും 6 പേര് ഒരു സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ റിക്രൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആൾക്കാരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തീരുമാനിച്ചു 10 പേരുടെ ആവശ്യമില്ല, നമുക്കൊരു 5 പേരുടെ ടീമാക്കി കുറയ്ക്കാം. ഈ 4 പേരെയും പിന്നെ ഒരാളെ കൂടി റിക്രൂട്ട് ചെയ്തുകൊണ്ട് നമ്മൾ 5 പേരുടെ ടീമാക്കിയിട്ട് അതിനൊന്ന് ട്രിം ചെയ്തു. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിൽ കാര്യങ്ങൾ ചെയ്യാൻ ആരംഭിച്ചു. അത്ഭുതകരം എന്ന് പറയട്ടെ, കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന എൻക്വയറീസിനേക്കാൾ ഏകദേശം 3 ഇരട്ടി എൻക്വയറീസ് നമുക്ക് വന്നു. അതിൽ നിന്ന് ഏകദേശം ക്ലോസിങ്ങിലേക്ക് വന്നതും ഈ പറഞ്ഞ പോലെ ഏകദേശം 3 ഇരട്ടിയായി മാറി എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നമ്മളുടെ റൂട്ടിൽ നിന്ന് തന്നെ പ്രശ്നം ഉണ്ടാവും. അതായത് നമ്മളുടെ സ്ട്രാറ്റജി പ്രോപ്പറായിരിക്കില്ല, നമ്മളുടെ പൊസിഷനിങ് പ്രോപ്പറായിരിക്കില്ല, നമ്മൾ ടീം ബിൽഡ് ചെയ്ത് പ്രോപ്പറായിരിക്കില്ല, റൈറ്റ്
പേഴ്സൺസ് അറ്റ് ദ റൈറ്റ് പ്ലേസ് ആയിരിക്കില്ല. ഇതൊന്നും മാറ്റാൻ ചിലപ്പോൾ നമ്മുടെ കംഫർട്ട് സോൺ നമ്മളെ അനുവദിക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ ചില പേടികൾ നമ്മളെ അനുവദിക്കില്ല. ഈ പേടികൾ എപ്പോൾ ബ്രേക്ക് ചെയ്യുന്നുവോ അപ്പോൾ മാത്രമാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു ടീമിനെ ഉണ്ടാക്കാൻ സാധിക്കുക. നല്ലൊരു ടീം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഡെലിഗേറ്റ് ചെയ്യാൻ സാധിക്കൂ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നല്ല ടീം വന്നതോടുകൂടി അദ്ദേഹത്തിന് പല കാര്യങ്ങളും ഡെലിഗേറ്റ് ചെയ്യാൻ സാധിച്ചു. ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ കോഴ്സ് കൂടാതെ പുതിയ 3 കോഴ്സുകൾ കൂടി അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. കാരണം അദ്ദേഹത്തിന് ചിന്തിക്കാനുള്ള സമയം കിട്ടിയെന്നുള്ളതാണ്. പണ്ട് ചിന്തിക്കാൻ സമയമില്ല, എല്ലാ കാര്യങ്ങളിലും ഇദ്ദേഹം കൂടി ഇടപെടുമായിരുന്നു, സെയിൽസിൻ്റെ കാര്യത്തിലൊക്കെ. പക്ഷേ ഇപ്പോൾ ചിന്തിക്കാൻ കംപ്ലീറ്റ് സമയം കിട്ടുന്നു. അതുകൊണ്ട് 3 പുതിയ കോഴ്സുകൾ കൂടി വന്നു. ഈ ഒരു പെർട്ടിക്കുലർ പൊസിഷനിങ് ഉപയോഗിച്ച് ലിവറേജ് ചെയ്യാൻ പറ്റുന്ന 3 കോഴ്സുകളിലേക്ക് കൂടി പുതിയ അഡ്മിഷനുകൾ വന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഗ്രോത്തുകൾ നമുക്ക് വലിയ ഹാപ്പിനെസ് തരുന്നതാണ്. നിങ്ങളുടെ ഓർഗനൈസേഷനിലും ഇത്തരത്തിലൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കണക്ട് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.